നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കണ്ട കാഴ്ചയാണ് ഇതാ. ഇതേപോലത്തെ റമ്മിൽ ഇങ്ങനെ കോഴിക്കോട് ബീച്ചിലത്തെ വെള്ളം ഇങ്ങനെ ഫുള്ള് കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. എന്താ നമുക്ക് ചോദിച്ചു നോക്കാം. എത്ര വർഷം മുമ്പുള്ള അതൊക്കെ? ഇതൊരു 10-50 വർഷം മുമ്പ്. 50 വർഷമൊക്കെ മുമ്പ് ചെയ്യുന്ന പരിപാടിയല്ലേ? അന്ന് നിങ്ങളപ്പോ ചോദിക്കും, അന്ന് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. അന്ന് മറ്റേ ഇരുമ്പിന്റെ പേരിലായിരുന്നു. പിന്നീടല്ല പ്ലാസ്റ്റിക് ഒക്കെ ആയതല്ലേ? കുറച്ച് 10-20 കൊല്ലമായിട്ടുണ്ടാവും പ്ലാസ്റ്റിക് അതിന് മുന്നേ ഇരുമ്പായിരിക്കും അല്ലേ? കാരണം കോഴിക്കോട് ബീച്ചിൽ നിന്ന് മാത്രമാണോ അത് പോണത്? കോഴിക്കോട് ബീച്ചിൽ നിന്ന് മാത്രമാണ്. അത് ചോദിക്കുങ്ങളപ്പം ചോദിക്കും തമിഴ്നാട് കടലില്ലേ? അല്ല, ഇവിടുത്തെ വെള്ളത്തിന് കാരം കൂടുതലാണ്. കാരം കൂടുതൽ കോഴിക്കോട് ബീച്ചിൽ വെള്ളത്തിന് കാരം കൂടുതലായതുകൊണ്ട് ഇതാണ് അവിടെ മെയിനായിട്ട് ആവശ്യമുള്ളതല്ലേ? ആവശ്യമുള്ളത്. അപ്പൊ കടലൊക്കെ ഒന്നല്ലേ? പക്ഷെ ഇവിടത്തെ ഉപ്പ് കുറച്ച് കാരം കുറച്ച് കൂടുതൽ കോഴിക്കോട് എന്നല്ല, അങ്ങനെ ഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ഏരിയയിലല്ലേ? തമിഴ്നാടിനെ അപേക്ഷിച്ചിട്ട് എങ്ങനെ പണ്ട് കാലത്ത് 2-3 ലോറിയൊക്കെ പോയിന് ആഴ്ചക്ക് അല്ലേ? ഒരു ലോറിയെ പോണുള്ളൂ. ഓക്കെ, പുകയിലിന് വേഗം കുറഞ്ഞോ? പ്രതീക്ഷമായിട്ടൊരു കാഴ്ച നമ്മളെ കോഴിക്കോട് ബീച്ചിൽ കണ്ടതാണ്. കാരണം ഈ ഒരു റമ്മിലൊക്കെ കടൽ വെള്ളം എന്താ പറയല്. നാളെ ഞാനിത് നോക്കുന്നതാണ് മീഡിയകളൊക്കെ. അപ്പൊ നമ്മളെ കൂടുതലുള്ള ഒരാള് പറഞ്ഞു ഇതിങ്ങനെ പുകലൊക്കെ വരുന്ന കീടനാശിനിയായി പോയി അയാളെ വായിന്ന് വീണത്. ഒരു ഫംഗസ് വരും ഇങ്ങനെ കൃഷി ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ഫംഗസ് ഉണ്ടല്ലോ, അതിനിങ്ങനെ അത് വരാക്കാനും വേണ്ടി കൂടി. അതായത് പുകലിന്റെ മുകളിൽ ഒരു ഫംഗസ് ആയിട്ട് ഒരു വൈറ്റ് കളറിൽ വരുന്ന ഫംഗസ്, ആ ഫംഗസ് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ ഒരു ഉപ്പുവെള്ളം ഉപയോഗിക്കുന്നത്. കമന്റുകൾ കണ്ടിരിക്കുന്നത് കൊണ്ടേക്കാണ്ട് ഒഴിവാക്കും, എന്നിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ഇതിന്റെ അകത്ത് സ്പിരിറ്റ് കയറ്റും എന്നൊക്കെ പറഞ്ഞ് അത് ആൾക്കാർക്ക് പലതും പറയാലോ. സംഗതി ഇതൊരു 50 വർഷം മുമ്പേ തന്നെ ഇത് സത്യം പറഞ്ഞാൽ ഒരു 50 വർഷം മുമ്പേ ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടുത്തെ കോഴിക്കോട് ബീച്ചിലത്തെ കടൽ വെള്ളത്തിന് കുറച്ച് കാരം കുറച്ച് കൂടുതലുണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞത് 50 വർഷം മുമ്പേ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അന്നിപ്പോ നിങ്ങള് കുട്ടികൾ, ഞാൻ ഇപ്പൊ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഓലൊക്കെ തലമുറ അല്ല, ഒന്നാമത് എന്താ പറയുക, കാര്യം അറിയാതെ ഒരുപാട് നെഗറ്റീവ് കമന്റും കാര്യങ്ങളൊക്കെ. ഇത് സത്യാവസ്ഥ ഇതാണ്. കോഴിക്കോട് ബീച്ചിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുകയിലുണ്ടാവുന്ന ഒരു ഫംഗസ് നീക്കം ചെയ്യാനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഒരു 50 വർഷത്തോളമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഒരു 3 ലോഡ് പോകുന്നുണ്ടെങ്കിലും ഇപ്പം വീക്കിലി ഒരു ലോഡ് വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ? 1-2 ആ റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും കോഴിക്കോട് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം, ഞായറാഴ്ച ദിവസം, തിങ്കളാഴ്ച ദിവസമൊക്കെ ആയിട്ട് ഇവിടുന്ന് കാണല്ലേ? എന്തായാലും ഇതിങ്ങനെ